ഇപ്പോൾ ഏറ്റവും നമുക്കൊക്കെ അടുപ്പമുള്ള നമ്മുടെ ഗോവയിലെ ഹിസ് എക്സലൻസി ഗവർണർ പി ശ്രീധരൻപിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടത്തോടൊപ്പം അദ്ദേഹത്തുണ്ട്. ഹിസ് എക്സലൻസി ഗോവ ഗവർണർ പി ശ്രീധരൻപിള്ള, അങ്ങയ്ക്ക് ഞങ്ങളുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കും ഒക്കെ ഓണാശംസകൾ നേരുന്നു. ഗോവ ഗവർണർ തന്നെ നേരിട്ട് SKNO ഓണാശംസ നമ്മുടെ ടീമിന് നേരെയാണ്. ഞാൻ ആദ്യം ഗവർണറിലേക്ക് പോവുകയാണ്. ശ്രീധരൻപിള്ള എന്ന ഗോവ ഗവർണർ 24നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫാമിലി മെമ്പറാണ്. ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവേഴ്സിന്റെ സ്ഥിരം പ്രേക്ഷകനാണ് SKN. നമസ്കാരം, ഓണാശംസകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, ഈ നമ്മുടെ ടോപ്പ് സിംഗർ സ്ഥിരമായി കാണുന്ന ഒരാളാണ് രണ്ടുപേരും. ശ്രീധരൻപിള്ളയ്ക്കൊപ്പം തന്നെ ഭാര്യ റീത്ത ശ്രീധരൻപിള്ളയുണ്ട്, അഡ്വക്കേറ്റ് റീത്ത ശ്രീധരൻപിള്ള. രണ്ടുപേരോടും നമുക്ക് ചോദിക്കാം. ആദ്യം റീത്തച്ചിയുടെ അടുത്തേക്ക്. ഈ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗർ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. അതെ അതെ അതെ, വളരെ നല്ല പരിപാടിയാണ്. അതിൽ ശ്രീകുമാർ സാർ, ഗായകന്മാർ, മറ്റ് കുറേ ആൾക്കാരെല്ലാവരും വരാറുണ്ട്. നല്ല കുട്ടികളും വളരെ നല്ല രസമായിട്ട് പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ്. ഈ ഗവർണറുടെ പണിത്തിരക്കിനിടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പുസ്തകം എഴുതണം, വായിക്കണം, ഈ ചാനൽ പരിപാടിയൊക്കെ കാണാൻ സമയം എങ്ങനെ കണ്ടെത്തും? അല്ല, ഇതൊന്നും കണ്ടില്ലെങ്കിൽ ഇപ്പം എന്ത് ജീവിതമാണ്? ഇതൊക്കെ കാണുന്നതാണ് ജീവിതം. അപ്പോൾ അതുകൊണ്ട് ശ്രീകണ്ഠനാഥ് സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞങ്ങൾ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൂടെ വളരെ ആകൃഷ്ടനായി അദ്ദേഹത്തെ എൻ്റെ നെഞ്ചിലേറ്റുന്ന ഒരാളാണ്. ഞാൻ ഈയിടെ ഗോകുലം ഗോപാലേട്ടൻ ഇവിടെ കൊടുത്ത സ്വീകരണത്തിൽ ഞാനായിരുന്നല്ലോ ഉദ്ഘാടകൻ. ആ ഉദ്ഘാടനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. വിസ്മയമാണെന്നുള്ള വാക്കാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. അത് വെറും ഒരു ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം ഈ നമ്മൾ എപ്പോഴും നമുക്ക് ദൈവം തന്ന കഴിവുകൾ, ആ കഴിവുകളെ സംബന്ധിച്ചിടത്തോളം ആ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഇതുപോലുള്ള പരിപാടികളൊക്കെ കാലത്തെ അതിജീവിക്കുന്നതാണ്. അപ്പോൾ ആ പരിപാടി മുഴിച്ചിരിക്കും. ഇനി 2 ദിവസം മുമ്പ് നമ്മുടെ MG ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും കൂടെ അവിടെ വന്നിരുന്നു. അവിടെ ഗോവയിൽ രാജഭവനിൽ താമസിക്കുകയും ചെയ്തു. ഞാനപ്പോൾ ഇതൊക്കെ പറഞ്ഞു. പണമുണ്ടാക്കാൻ ആർക്കും സാധിക്കും, നല്ല ബിസിനസ്സുകാർ വലിയ കോടീശ്വരന്മാരല്ലേ. പക്ഷെ അതിനേക്കാൾ അപ്പുറം ജീവിതത്തിലെ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴല്ല, എത്രയോ ഒരു ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ സാധനാപാഠമാകേണ്ട ഒത്തിരി കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് നൽകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇങ്ങനൊന്നും ആരെപ്പറ്റിയൊന്നും വലിയ അഭിപ്രായമൊന്നും പറയുന്ന ആളാണ്. അല്ല, ശ്രീധരൻപിള്ള പൊതുവെ അങ്ങനെ പോളിഷ്ഡ് വാക്കുകൾ പറയാതെ ആത്മാർത്ഥമായി പറയുന്ന ആളാണ്. ഈ ഓണം വെൺമണിക്കാരനായ ശ്രീധരൻപിള്ള കോഴിക്കോടേക്ക് എത്തി. കോഴിക്കോടിൻ്റെ മലബാർ ഓണമായി മനസ്സിലെത്തുന്ന, ഇപ്പോൾ ഗവർണറാണ്, ഭരണഘടനാ പദവിയാണ്, ഇതൊക്കെ മാറ്റിവെച്ച് മനസ്സിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഓണം ഏതാണ്? ഓണം എൻ്റെ ഗ്രാമത്തിലെ ഓണം, ഞാൻ ജനിച്ച ഗ്രാമത്തിലെ ഓണം, തിരുവിതാംകൂറിൻ്റെ മണമുള്ള ഓണം, അതെൻ്റെ ജീവിതത്തിലെ സ്ഥായി ഭാവത്തിൽ എത്തിയിട്ടുള്ള ഒന്നാണ്. പക്ഷേ മലബാറിൽ വന്ന സമയത്ത് മലബാറിൽ കൂടുതൽ ആളുകൾ നിഷ്കളങ്കരും അതുപോലെ തന്നെ സത്യസന്ധതയുടെ ഒക്കെ പ്രതീകങ്ങളായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത് രണ്ടിനെയും വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. രണ്ടിനെയും ഞാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. പിന്നെ എൻ്റെ കുടുംബജീവിതത്തിലൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് ഇടപെടുകയാണ്. ഇപ്പം പേരമക്കളൊക്കെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പം വക്കീൽ തന്നെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നതായിരിക്കും. അല്ല, എൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് റീത. ഇപ്പം അവൾ 4 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിന് മുമ്പ് ഇവിടുത്തെ തിരക്ക് പിടിച്ചൊരു വക്കീലായിരുന്നു. സിവിൽ കോടതികളിലൊക്കെ തിരക്ക് പിടിച്ച വക്കീലായിരുന്നു. മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ പേര്? ജാനകി. എൻ്റെ മകൻ അഭിരാമി. ഹാപ്പി ഓണം പറയും. ഇനി SKN വളരെ സീരിയസ് ആയ ഒരു സ്റ്റോറിക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങേക്കറിയാം. ADGP RSS നേതാവിനെ, അങ്ങയുടെ പഴയ പ്രസ്ഥാനത്തിൻ്റെ തലവനെ, നമ്പർ 2 സർക്കാർ യോഗനെ കാണാൻ പോയതാണ്. ഈ വിവാദത്തെ അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? അങ്ങ് തൊടുത്തുവിട്ടു ഒരു വിവാദത്തിന് മറുപടി. അതിനോട് ബന്ധപ്പെട്ട വിവാദത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. ഒരു ഗവർണർ അതിന് ഡയറക്റ്റായിട്ട് മറുപടി പറയുന്നത് ശരിയല്ല. എൻ്റെ പ്രസംഗമാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിലും ഞാൻ ഒരിക്കലും ആ ഇഷ്യൂ പറഞ്ഞിട്ടില്ല. അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അത് ഭരണഘടനയുടെ നമ്മൾ ചർച്ചകൾ പരിശോധിച്ചാൽ, അത് രൂപീകരിക്കുന്ന സമയത്ത് നിർമ്മാണ സഭയിലെ ചർച്ചകൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും അസ്പൃശ്യത പാടില്ല അന്യോന്യം. അത് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ളയാണ് നമുക്കൊപ്പം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്, അല്ലേ BP ജിയും? അപ്പോൾ ഇത് അദ്ദേഹത്തെ പോലെയൊക്കെ അവിടെ തിരക്ക് പിടിച്ച മനുഷ്യരൊക്കെ നമ്മുടെ പരിപാടികൾ കാണുകയും നമ്മളെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഗോവ ഗവർണർ ടു ഇത് നമുക്കൊപ്പം ചേർന്നല്ലോ അങ്ങ് ഈ ഓണനാളിൽ.